രാത്രി ആയപ്പോഴേക്കും എനിക്ക് കട്ട്ലേറ്റും ക്രീം ബണ്ണൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ഒരു കൊതി പോലെ ആയിരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ മേടിച്ചിട്ട് വന്ന കട്ട്ലേറ്റ് ആണെങ്കിൽ ബീഫ്, അതൊക്കെ ആണെങ്കിൽ നാളെ അമ്പലത്തിൽ പോകാനുള്ളതാണ്. എന്നിട്ട് ഞാൻ അതൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാം എടുത്തെടുത്ത് കഴിച്ച് നോക്കുവാണ് കേട്ടോ. ഇത് ബീഫ് ആയതുകൊണ്ട് ഞാൻ അധികം കഴിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ ക്രീം ബണ്ണ് നോക്കിയപ്പോഴേക്കും ഒരു ഇച്ചിരിക്കോളം ഉള്ളു, ചെറിയ ക്രീം ബണ്ണാന്ന് ഞാൻ ഉണ്ണിനോട് പരിഭവം പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ചു തന്ന മിഠായി ഞാനെടുത്ത് കഴിച്ചെന്നും പറഞ്ഞത് അവൻ്റെ ആണെന്നും പറഞ്ഞത് മേടിച്ചെടുത്തിട്ടോ. അപ്പോൾ രാത്രിത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് കപ്പപ്പുഴുക്കും പാവയ്ക്ക പച്ചടിയും പിന്നെ ക്യാബേജ് തോരനും ആയിരുന്നു കേട്ടോ രാത്രിത്തേക്ക്. അങ്ങനെ അതൊക്കെ കഞ്ഞിയായിട്ടാണ് നമ്മൾ കുടിച്ചത്. കാര്യം ഇപ്പോൾ പ്രഗ്നൻ്റ് ഞാനാണെങ്കിലും ക്രേവിങ്സ് ഉണ്ണിക്കാണ് കുറച്ച് കൂടുതൽ. ഉണ്ണിക്ക് ഈ രാത്രി ആകുമ്പോൾ ഇതേപോലെ കഞ്ഞിയും അല്ലെങ്കിൽ ഇപ്പോൾ പഴങ്കഞ്ഞി, ഇങ്ങനത്തെ കഞ്ഞിയായാലും പഴങ്കഞ്ഞിയായാലും പ്രശ്നമൊന്നുമില്ല. അതും മീൻചാറും അല്ലെങ്കിൽ ഇങ്ങനെ കപ്പയൊക്കെ ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഫുഡ് കഴിച്ചോളൂ. അല്ലാണ്ട് സാധാരണ ഈ ചോറും അല്ലെങ്കിൽ എന്തെങ്കിലും തോരനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കത്തൊന്നുമില്ല, വലിയ ഇഷ്ടമൊന്നുമില്ല. ഫുഡ് മീൻസ് നല്ല ടേസ്റ്റുള്ള അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം ഒരു 7 മണിയൊക്കെ കുളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞേച്ചതാണ് കേട്ടോ. നമ്മൾ 8 മണിയായപ്പോഴാണ് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കെട്ടിയൊരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും നല്ലപോലെ വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വട്ടക്കേരി അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ടാണ് കേട്ടോ ബാക്കി അമ്പലത്തിൽ പോയത്.